എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റ് പൊരിയാണ്. വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ കാണുന്ന ഒരു ഐറ്റം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി നോക്കണേ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു 3 സ്പൂൺ മൈദ, അതായത് ഒരു 100 ഗ്രാം മൈദയാണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കയ്യിൽ ദോശയുടെ മാവാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല, അല്പം ബേക്കിംഗ് സോഡ, കരിഞ്ജീരകം, പിന്നെ ചെറിയ ജീരകം. എന്നിട്ട് നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പഴംപൊരിയുടെ മാവിന് അതേ പരുവത്തിൽ നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മാരി ലൈറ്റ്, അതായത് ചെറിയ മധുരമുള്ള ബിസ്ക്കറ്റാണ്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള മസാലയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ബിസ്ക്കറ്റ് പൊരിക്ക് പുറമേ മധുരമുള്ളതും അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ മാവ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞു. അത്യാവശ്യം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 10-12 മാരി ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടാകുന്ന സമയത്ത് നമ്മൾക്ക് ഇതുപോലെ മുക്കി അതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ലൈറ്റ് മധുരമായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു എരിവുള്ള സ്നാക്കുമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എണ്ണപ്പലഹാരം ഇഷ്ടപ്പെടുന്നവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ബിസ്ക്കറ്റ് പൊരി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാക്കി കൂടി ഞാൻ ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ അത് നന്നായിട്ടൊന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു മലബാർ സ്റ്റൈല് സ്നാക്കാണ്. ഇപ്പം ഞാൻ ആ എടുത്ത മാവിനൊരു 12 ബിസ്ക്കറ്റ് ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ അതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാമേ. ഇപ്പം കണ്ടില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.